ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു മത്തങ്ങ കൊണ്ടൊരു നല്ല മധുരമുള്ള ഒരു ഹലുവ പോലത്തെ ഒരു ചീസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനൊരു 15 ഈത്തപ്പഴം എടുത്ത് കുരു കളഞ്ഞ് കീറി വെച്ചിട്ടുണ്ട്. ഏലക്ക ഒരു 10 എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചതച്ചിട്ട് കൊടുത്താൽ നമുക്ക്. അതുപോലെ ശർക്കര ഉരുക്കി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കശുവണ്ടി എടുത്തിട്ടുണ്ട് 50 ഗ്രാം. 50 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മത്തൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ പരുവത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 300 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്കിത് തയ്യാറാക്കാൻ നമുക്ക് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബദാമും കശുവണ്ടിയും കൂടെ വറുത്തെടുക്കാം. ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക കൂടെ ഇട്ടു. ഇതിലേക്ക് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുക്കി വെച്ചിട്ടുണ്ട് ശർക്കര അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തൻ നന്നായിട്ട് ശർക്കരയും നെയ്യും കിടന്ന് നന്നായിട്ട് വേവുന്നുണ്ട്. നല്ല വേണം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ബദാമും ഏലക്കയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇത് നമുക്ക് ചതച്ചെടുത്തോട്ട് തരാം. നമ്മുടെ ബദാമും കശുവണ്ടിയും ഏലക്കയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ 15 ഈന്തപ്പഴം എടുത്ത് കീറി വെച്ചിട്ടുണ്ട്, കുരു കളഞ്ഞ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം, ഒരു നുള്ളു ഉപ്പിട്ട്. ഇതിൻ്റെ ശർക്കര പാനി ഒന്നുകൂടെ വറ്റാനുണ്ട്. കുറച്ച് നല്ല വറവായി എണ്ണ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മത്തൻ ഹലുവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടി ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. മത്തൻ ഹലുവ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റൗ ഓഫാക്കി വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു ചീസാണ്. എല്ലാ കുഞ്ഞുങ്ങളും കഴിക്കും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും. ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട. ഇങ്ങനെ ഇരുന്ന ഒരു ഹലുവയാണിത്. നമുക്കൊരു കുറച്ച് തണുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് നീക്കാം. അപ്പോൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ചതിന് ഞാൻ കുറച്ച് കശുവണ്ടിയും ബദാമെല്ലാം മാറ്റി വെച്ചിരുന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറത്തിനത്തെ മത്തങ്ങ ഹലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു ടേസ്റ്റി ഹലുവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.